മനുഷ്യനെ ഭയപ്പെടുത്തുന്ന പ്രണവിൻ്റെ ചിത്രം ഡീസിറെ എന്താണ്? സത്യത്തിൽ ആ വാക്കിന് അങ്ങ് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഭയവും വിശ്വാസവും അതിൽ നിലകൊള്ളുകയും ചെയ്യുന്നു. മിത്ത് എന്ന് വാദിക്കുന്നവരെ പോലും ത്രസിപ്പിക്കുന്ന ഒരു ചിത്രമാണ് ഡീസിറെ. എന്നാൽ അതിന് വേറൊരു ചരിത്രം കൂടിയുണ്ട്. ഡീസ് ഇറെ അതൊരു ലാറ്റിൻ വേർഡാണ്. ഡേ ഓഫ് റാത്ത് എന്നാണ് അർത്ഥമാക്കുന്നത്. ക്രിസ്ത്യൻ വിശ്വാസമനുസരിച്ചുള്ള ഫൈനൽ ജഡ്ജ്മെൻറ്റ് ഡേ എന്ന് പരാമർശിക്കുന്നതാണ്. ലോകാവസാനത്തിന് എല്ലാം തീയിൽ എരിഞ്ഞടങ്ങുമ്പോൾ ഭൂമിയിൽ മരിച്ചുപോയവരെല്ലാം ഉയർത്തെഴുന്നേൽക്കും. എന്നാൽ പിന്നീട് അവരുടെ ആത്മാക്കളെ അവരുടെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഒരുപക്ഷെ ക്രിസ്തീയ മതപ്രകാരം അവരുടെ പാപങ്ങളുടെ അടിസ്ഥാനത്തിൽ ദൈവം അവരുടെ വിധി തീരുമാനിക്കും. രാജാവോ പ്രജകളോ എന്നൊന്നുമില്ലാതെ ഇവർ ദൈവത്തിൻ്റെ മുന്നിൽ എത്തിച്ചേരണം. പിന്നീട് വിധിയുടെ അടിസ്ഥാനത്തിൽ കർമ്മബലം ഉണ്ടാകും. 13-ാം നൂറ്റാണ്ടിൽ ഡീസിറെ എന്ന വാക്ക് പോപ്പുലർ ആകുന്നത് ഇറ്റാലിയൻ കവിയായിരുന്ന തോമസ് ഓഫ് സെലോണോ എഴുതിയ ശ്ലോകത്തിൽ നിന്നാണ്. ആദ്യകാലങ്ങളിൽ പള്ളികളിൽ പാടിയിരുന്ന പാട്ട് പിന്നീട് കത്തോലിക്ക ശവസംസ്കാര ചടങ്ങിലെ പ്രധാന ഭാഗമായി. ആളുകൾക്ക് അത് കേൾക്കുമ്പോൾ അന്നു മുതലേ ഒരു ഭയവും അത്ഭുതവുമൊക്കെ ആയിരുന്നു. പിന്നീടത് ലോകാവസാനത്തിന്റെ ശബ്ദമായി മാറി. 15-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ഡീസിറെ അവിടെ പള്ളികളിൽ മാത്രം ഒതുങ്ങിക്കൂടാതെ അവിടുത്തെ കമ്പോസേഴ്സ് ഇതിനൊരു ക്ലാസിക്കൽ മ്യൂസിക്കിലും ആഡ് ചെയ്തു. പിന്നീട് അതൊരു ഇമോഷണൽ മാസ്റ്റർ പീസ് സോങ് ആയി മാറി. ഈ മ്യൂസിക്കിൽ നോട്ടീസ്, മൊസാർട്ട്, വെർത്തി, ബെർലിയോസ് തുടങ്ങിയ കമ്പോസേഴ്സിലൂടെ കടന്ന് 19-ാം നൂറ്റാണ്ടോടുകൂടി ഒരു പ്രാർത്ഥന എന്നതിൽ നിന്ന് മാറി ഒരു ഫിയർ ഫീലിംഗ് അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറി. 20-ാം നൂറ്റാണ്ടിൽ സിനിമകളിലും വന്നു. സ്റ്റാർ വേഴ്സ്, ദി ലയൺ കിങ്, ദി ഫിനിഷ് എന്നീ ചിത്രങ്ങളിൽ ഈ ഒരു മ്യൂസിക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ മ്യൂസിക് കേൾക്കുമ്പോൾ അറിയാതെ പോലും പലരുടെയും ഉള്ളൊന്നുകയും. ഇതാണ് ഡീസിറെ.